ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അവനായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്തെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഇതത്ര ശരിയല്ല, നിനക്ക് ഭാവിക്ക് നല്ല ദോഷം ചെയ്യും, നിനക്ക് ഭാവിയിൽ ഗർഭിണി പോലും ആകാൻ പറ്റത്തില്ല, ഒരു അമ്മയാവാൻ പറ്റത്തില്ല എന്നെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ബൈ ദ ബൈ, നിങ്ങൾ ഒരുപാട് കാട് കയറി ചിന്തിക്കേണ്ട. ഇതാണ് അവൻ, മെൻസ്ട്രൽ കപ്പ് എന്നാണ് അവൻ്റെ പേര്. ഈ മെൻസ്ട്രൽ കപ്പ് ഞാൻ യൂസ് ആക്കാൻ സ്റ്റാർട്ടാക്കിയ സമയത്ത് എൻ്റെ അമ്മ പോലും എന്നെ കുലസ്ത്രീയാക്കി ചിത്രീകരിച്ചിരുന്നു കുറച്ച് നാളത്തേക്ക്. പിന്നീട് ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലായി, ദിസ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ, ഇത് നമുക്ക് ഹെൽത്തിന് ഭയങ്കര മോശമാക്കുന്ന ഒരു സാധനമല്ല എന്ന് മനസ്സിലാക്കി. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രമായിരുന്നു. പിന്നീട് ഈ കുറ്റം പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി, അതും എൻ്റെ ശുപാർശ പ്രകാരം. പിന്നെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ്, ടീനേജേഴ്സിന് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. ഒരു പ്രശ്നം എൻ്റെ ഇതിൽ ഞാൻ കാണുന്നില്ല, കാരണം ഞാൻ ടീനേജർ ആയിരുന്നു, എപ്പോഴും ഇപ്പം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത സാധനമാണ് ഈ മെൻസ്ട്രൽ കപ്പ്. ഏകദേശം ഇപ്പോൾ ഒരു 6 വർഷത്തോളം കഴിയുന്നു. എനിക്കിതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ യൂണിഫോമിലൊക്കെ വൈറ്റ് യൂണിഫോമൊക്കെ ആയിരിക്കും ചിലർക്ക്. അപ്പം യൂണിഫോമിലൊന്നും പറ്റാതെ നോക്കണം. നമ്മുടെ മിക്കവരുടെയും പരിപാടി ഇതായിരിക്കും. പീരീഡ്സ് ആവുന്ന സമയത്ത് ബാക്കിൽ നമ്മുടെ കൂട്ടുകാരുടെ എൻ്റെ ബാക്കിൽ വല്ലതും ഉണ്ടോ ഇങ്ങനെ ചോദിച്ചാണ്ടായിരിക്കും എപ്പോഴും നടക്കുന്നത്. ഈ പാടി വെക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത് വെറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ നമ്മൾ കുറേ നേരം ഇരുന്ന് അവിടെ ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അത് വെക്കുന്നതും കൂടാതെ നമുക്ക് ഇത് ഡിസ്പോസ് ചെയ്യുന്നത് അതിലും വലിയ സംഭവമാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ ചില വീടുകളിൽ കണ്ടിട്ടുള്ളതാണ്. അതായത് ഈ പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഉള്ള ബ്ലഡ് കഴുകി കളഞ്ഞിട്ട് ഉണക്കി കത്തിച്ച് കളയുന്നത് ഒരു കൂട്ടം. രണ്ടാമത്തെ കൂട്ടം എന്ന് പറയുന്നത് ഇത് പിച്ചി പറിച്ച് ക്ലോസറ്റിനകത്തിട്ട് ഫ്ലഷ് അടിക്കുന്ന രണ്ടാമത്തെ ടീം. മൂന്നാമത്തെ ടീം ഇത് അതുപോലെ തന്നെ ഒരു പേപ്പറിൽ വല്ലതും മടക്കിയിട്ട് ഡിസ്പോസ് ചെയ്യുന്നത്. സിറ്റീസിലൊക്കെ ഉള്ളവർ അങ്ങനെ ആയിരിക്കും കൂടുതലും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലഷ് അടിച്ച് കളയും. കത്തിക്കാനൊന്നും അവർക്ക് വക കാണത്തില്ല. പിന്നെ ഇത് വെക്കുന്ന കാര്യം പറയുമ്പോൾ കുറേ പേർക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ല, അങ്ങോട്ട് ശരിയാവുന്നില്ല, അത് ഇൻസേർട്ട് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവരും ഇത് ട്രൈ ചെയ്യുന്നത് പീരീഡ്സ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്ന ഫസ്റ്റ് ഡേ ഒക്കെ ആയിരിക്കും ഇതുകൊണ്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ മേടിച്ച് ഒരു കുറേ പീരീഡ്സിന് മുന്നേ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയാൽ അത് ഭയങ്കര മണ്ടത്തരമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടൊരു സാധനം ട്രൈ ചെയ്യുകയാണ്, ബ്ലഡ് ഫ്ലോ ഉണ്ട്, വേദനയുണ്ട്, ഭയങ്കര നമ്മളിത് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോവാണ്ട് അതിൻ്റെ ഒരു ആകാംക്ഷയും എല്ലാം കാണും നമുക്ക്. അതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ കുറച്ച് നാൾക്ക് മുന്നേ നമ്മളിത് മേടിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് പീരീഡ് സമയത്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഇൻസേർട്ട് ആക്കുന്നതിന് പല മെത്തേഡ് ഉണ്ട്. അത് ഞാൻ ഈ സൈഡിൽ ഒരു പിക്ചറായിട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് എല്ലാവരും കൂടുതൽ പേരും ഗേൾസ് എല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് കംഫർട്ട് ആവുന്നത് ഏതാണോ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഓരോ മെത്തേഡും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ എല്ലാ മെത്തേഡും ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ബെസ്റ്റ് എന്ന് തോന്നുന്നല്ലേ, നിങ്ങൾക്ക് അതിൽ കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുക. ഓരോ യൂസിന് ശേഷം അത് നല്ലപോലെ സാനിറ്റൈസ് ചെയ്ത് പിന്നീട് യൂസ് ചെയ്യാൻ നോക്കുക. ഹൈലി റെക്കമെൻഡഡ് ആണ് ഗൈസ്, ഹൈലി റെക്കമെൻഡഡ്. എല്ലാ ഗേൾസും നിങ്ങളിത് ട്രൈ ചെയ്യണം. കുഞ്ഞ് പിള്ളേരെന്നോ വലിയ ചേച്ചിമാരെന്നോ ഒന്നുമില്ല, എല്ലാവരും ട്രൈ ചെയ്യുക.